രജ സംസാറിൻ്റെ അടുത്ത വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഐറ്റം വരുന്നത് ലിനൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ലിനൻ വിത്ത് ജക്കാർഡിൻ്റെ വീവിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു ലുക്ക് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ മോഡലിൽ. നമ്മുടെ സാധാരണ ഒരു കോമൺ ആയിട്ട് വരുന്ന ഡിസൈൻസ് അല്ല. ഇങ്ങനത്തെ ഒരു ടസർ പോലെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രീമിയം കളക്ഷൻസ് നോക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. ഈ ജക്കാർഡിൻ്റെയൊക്കെ ഒരു വീവിങ് നേരിട്ട് കാണണം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പം എങ്ങനെ അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. നല്ല തിക്കായിട്ട് ഹെവി ആയിട്ടുള്ള വീവിങ് പാറ്റേൺ ആണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മൊത്തത്തിലുണ്ട്. ഇത് താഴത്തെ ബോർഡർ കേട്ടോ. അതിലും ഉണ്ട്. കൈക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചിങ്ങനെ ഇത് കറക്റ്റായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. ഇതുപോലെ കൈക്കുള്ളതൊക്കെ സെപ്പറേറ്റ് പോർഷനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡറിലും ഫുള്ളായിട്ട് സെയിം ജക്കാർഡിൻ്റെ വീവിങ് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ ജക്കാർഡിൻ്റെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ തന്നെ കാഴ്ചയ്ക്ക് അതിൻ്റേതായ ഒരു ലുക്ക് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം കളക്ഷൻ ആണെന്നുള്ളത് മനസ്സിലാകാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല കളർ കേട്ടോ. ഫസ്റ്റ് കളർ വരുന്നത് നല്ല ലൈറ്റ് ഒരു ഓനിയൻ പിങ്ക് മിക്സഡ് ഷെയ്ഡാണ്. ഇത് താഴത്തെ ബോർഡർ കേട്ടോ. താഴെ ബോർഡറിലും ആ ഒരു സ്കാലപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും സെയിം ഡിസൈൻ തന്നെ. അതിലും ഉണ്ട് ജക്കാർഡിൻ്റെ വീവിങ്. പിന്നെ നമ്പർ വരുന്നത് A574, റേറ്റ് 2200 മാത്രമേ ഉള്ളൂ. 2200. രണ്ടാമത്തെ ഷെയ്ഡ് ലൈറ്റ് ഒരു ഗോൾഡൻ യെല്ലോ കളർ കേട്ടോ. നല്ല ഷെയ്ഡാണ്. ഷെയ്ഡ്സും നല്ലതാണ്. ഞാൻ പറഞ്ഞില്ല, ആ വർക്കും എല്ലാം നല്ല പ്രീമിയം കളക്ഷനിൽപ്പെട്ട അങ്ങനത്തെ ലിനൻ ആ ഒരു ടൈപ്പ് ഫാബ്രിക് നോക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ജക്കാർഡിൻ്റെ ഒരു ലുക്കും ഒന്ന് വേറെ തന്നെയാണ്. ബോർഡർ ഒക്കെ ഉണ്ടല്ലേ, അവിടെ ആ ജക്കാർഡ് വീവിങ് വരുന്നതിന് കുറച്ചൊരു വെയിറ്റും മൊത്തത്തിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ നമ്പർ A573, റേറ്റ് 2200. അടുത്ത വരുന്നത് ഇതൊരു ഒനിയൻ പിങ്ക് തന്നെ. ആദ്യം കാണിച്ചത് ഒരു കുറച്ച് പീച്ച് മിക്സ്ഡ് ഒരു ഒനിയൻ പിങ്കും ഇതൊരു കുറച്ച് ലാവണ്ടർ മിക്സ്ഡ് ഒരു ഒനിയൻ പിങ്കുമാണ്. ഇതും നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗി. അതിൻ്റെ ഒരു പ്രിൻറ്റും മെറ്റീരിയലും എല്ലാം കൂടെ കാണാനായിട്ട് നമുക്ക് ഒറിജിനൽ ആ ഒരു ലിനൻ്റെ അത് തന്നെയാണ് കേട്ടോ. ഒറിജിനൽ പ്യുവർ ലിനനൊക്കെ എങ്ങനെ പോയാലും 6000-7000 രൂപ മുകളിലോട്ട് പോകും. അപ്പോൾ അത് തന്നെ സെയിം നല്ല ഒരു ഫിനിഷിങ്ങുള്ള ലിനൻ തന്നെയാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. ചെറുതായിട്ട് സ്റ്റാർച്ച് പിടിക്കും. ലിനൻ യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര ടൈറ്റായിട്ട് ലിനൻ തയ്പ്പിക്കരുത് കേട്ടോ. കാരണം ലിനൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടർ ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നോർമലിനേക്കാളും കുറച്ച് ഡിഫറെൻറ്റാണ്. അതൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഒരുപാട് ടൈറ്റ് ആക്കാതെ തയ്ക്കുന്നതാണ് നല്ലത്. കാരണം ആ മെറ്റീരിയൽ അങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര ടൈറ്റാക്കി ലിനൻ തയ്ക്കരുത് കേട്ടോ. പിന്നെ നല്ല ലെങ്ത്തും ഉണ്ട്. നമ്പർ A576, റേറ്റ് 2200. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീൻ കളർ. ഗ്രീനൊക്കെ നല്ല കേട്ടോ. നമുക്ക് എപ്പോഴും ലിനനിലൊക്കെ ഈ ഒരു ഗ്രീൻ പോലത്തെ ഷെയ്ഡ്സൊക്കെ ഭയങ്കര ലുക്കാണ് കാണാൻ. തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി മനസ്സിലാകും നിങ്ങൾക്ക്. ഇതിലും ആ ഒരു ഫുൾ ജക്കാർഡ് വീവിംഗ് ആണ് മെയിൻ. നമ്മുടെ നോർമൽ ലിനേക്കാളും കുറച്ചുകൂടെ ആ ഒരു ഭംഗി കൂടുതൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ജക്കാർഡിൻ്റെ വീവിങ്ങും പാറ്റേണും ഒക്കെ. ബോട്ടം എല്ലാത്തിലും സെയിം കളർ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്പർ A575, റേറ്റ് 2200, 2200. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു ലാവണ്ടറിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതും വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം രീതിയിൽ പ്രിൻറ്റും മെറ്റീരിയൽ ഭയങ്കര രസമായിട്ടോ കാണാൻ. ഇത് ചൂടെടുക്കുന്ന ഫാബ്രിക് ഒന്നുമില്ല കേട്ടോ. കൂടിയ മെറ്റീരിയൽ തന്നെയാണ്. കൈക്കുള്ള എല്ലാത്തിനും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് എക്സ്ട്രാ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത്. ഇത് താഴത്തെ ബോർഡറാണ് കേട്ടോ. നമ്പർ വരുന്നത് A577, റേറ്റ് 2200.